യുഎസ് ഇസ്രായേൽ ആക്രമണത്തിൽ രക്തസാക്ഷിയായ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനയുടെ പിൻഗാമിയായി മകൻ മുജ്തബ ഖാംനയെ തെരഞ്ഞെടുത്തു. ഇറാൻ പ്രസിഡന്റും സുപ്രീം കൌൺസിലും സൈന്യവും 56-കാരനായ മുജ്തബയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. മുജ്തബയുടെ നേതൃത്വം അംഗീകരിക്കില്ലെന്ന് ആവർത്തിച്ച് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി. പതിറ്റാണ്ടുകളായി ഇറാന്റെ അധികാര കേന്ദ്രങ്ങളിൽ ശക്തമായ സ്വാധീനമുള്ളയാളാണ് മുജ്തബ. പിതാവിനെ പോലെ അമേരിക്കയോടും ഇസ്രായേലിനോടും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് സ്വീകരിച്ചത്. ഇതുവരെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയോ പൊതുജന വോട്ട് തേടുകയോ ചെയ്തിട്ടില്ല. ഇറാൻ വിപ്ലവം നടക്കുമ്പോൾ 10 വയസ്സ് മാത്രം പ്രായമായിരുന്ന മുജ്തബ 2009 വരെയും ഇറാൻ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നില്ല. ആ വർഷം നടന്ന സർക്കാർ വിരുദ്ധ പ്രക്ഷോഭകാലത്താണ് മുജ്തബയെക്കുറിച്ച് പുറം ലോകം അറിയുന്നത്. മഹ്മൂദ് അഹമ്മദി നജാദ് വീണ്ടും ഇറാൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്നുണ്ടായ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം അടിച്ചമർത്താൻ മുജ്തബയും രംഗത്തുണ്ടായിരുന്നു. പിന്നീട് നജാദും മുജ്തബയും രണ്ട് പക്ഷത്തായതാണ് ചരിത്രം. 30 വയസ്സ് വരെ ഇസ്ലാമിക് തിയോളജിക്കൽ പഠനം നടത്തിയ മുജ്തബ പിന്നീട് പുരോഹിതനാവുകയായിരുന്നു. 2019 യുഎസ് ട്രഷറി വകുപ്പ് ഡിപ്പാർട്ട്മെന്റ് അദ്ദേഹത്തിനെതിരെ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. 2024 അസംബ്ലി ഓഫ് എക്സ്പോർട്സ് പുനഃസംഘടിപ്പിച്ചപ്പോൾ തന്നെ മുജ്തബയായിരിക്കും ഖാംനയുടെ പിൻഗാമിയെന്ന് പലരും സൂചന നൽകിയിരുന്നു. മുജ്തബ പിതാവ് അലി ഖാംനയ്ക്കൊപ്പമായിരുന്നു കുടുംബസമേതം താമസിച്ചിരുന്നത്. ശനിയാഴ്ച ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരിയുടെ ആദ്യ മണിക്കൂറിൽ തന്നെ ഖാംനയുടെ കൊട്ടാരത്തിൽ മിസൈൽ പതിച്ചു. ഖാംനയ്ക്കൊപ്പം കൊല്ലപ്പെട്ടവരിൽ മുജ്തബയുടെ ഭാര്യയും ഒരു കുട്ടിയുമുണ്ട്. ഈ സമയം മുജ്തബ കൊട്ടാരത്തിലില്ലായിരുന്നു. തലനാരിഴയ്ക്കാണ് മുജ്തബ രക്ഷപ്പെട്ടത്. മുജ്തബയെ പരമോന്നത നേതാവായി തെരഞ്ഞെടുക്കുന്നതിനെതിരെ അമേരിക്ക രംഗത്ത് വന്നു. തങ്ങളുടെ അനുമതിയോ താൽപര്യമോ പരിഗണിക്കാതെയാണ് ഇറാൻ പുതിയ നേതാവിനെ തെരഞ്ഞെടുക്കുന്നതെന്നും അധികനാൾ വാഴിക്കില്ലെന്നും ട്രംപ് ഭീഷണി മുഴക്കി. ന്യൂസ് ഡെസ്ക് മീഡിയ 1. കൂടുതൽ വിശദാംശങ്ങളുമായി BK സുഹൈൽ ചേരുകയാണ്. സുഹൈൽ, ഇറാന് പുതിയ പരമോന്നത നേതാവായിരിക്കുകയാണ്. ഇനി ട്രംപിന്റെ അടുത്ത ലക്ഷ്യം മുജ്തബ ഖാംനയെ ലക്ഷ്യമിട്ട് തന്നെയായിരിക്കുമോ? ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ സംഘർഷങ്ങളും മറ്റ് യുദ്ധ സാഹചര്യവും ആഗോള വിപണിയിൽ എന്തൊക്കെ ചലനങ്ങൾ ഉണ്ടാക്കുന്നു? ദിവ്യ, മുജ്തബ ഖാംനായി പുതിയ നേതാവായി ഇറാനിൽ തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെയാണ് ഈ യുദ്ധം അനിശ്ചിതമായി നീണ്ടുപോകും എന്നുള്ള ഒരു ആശങ്ക ശക്തമാകുന്നത്. കാരണം പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ വന്നിരുന്നു. ഈ ധാരയിൽ തന്നെ രണ്ട് തരത്തിലുള്ള ആളുകളുണ്ട്. ഒന്ന് ഹാർഡ്ലൈനേഴ്സ് ഉണ്ട്, മറ്റൊന്ന് സോഫ്റ്റായി ഇതിനെ കൈകാര്യം ചെയ്യണം എന്ന് വിചാരിക്കുന്ന ആളുകൾ കൂടിയുണ്ട്. മുജ്തബ ഖാംനായി ഒരിക്കലും വിട്ടുവീഴ്ച പാടില്ല എന്ന പിതാവിൻ്റെ അതേ വഴിയിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് ഈ യുദ്ധം ദീർഘകാലത്തേക്ക് നീണ്ടുപോകും എന്നുള്ള ഒരു ആശങ്ക ശക്തമായതിന് പിന്നാലെയാണ് സാമ്പത്തിക രംഗത്തും ഈ ഒരു വലിയ തകർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഡീലിലേക്കോ അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഒരു വിട്ടുവീഴ്ചയിലേക്കോ അല്ലെങ്കിൽ ട്രംപ് പറയുന്നത് പോലെയുള്ള ഒരു കീഴടങ്ങലിലേക്കോ ഇറാൻ പോകില്ല എന്ന കൃത്യമായൊരു സൂചനയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ക്രൂഡ് ഓയിലിൻ്റെ വില വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നത്. ബാരലിന് ഇന്ന് തന്നെ അത് 120 കടക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ അപ്പുറത്തേക്കും പോകാം. ഇപ്പോൾ ആകെ റെക്കോർഡ് നോക്കുകയാണെങ്കിൽ 2008 സാമ്പത്തിക മാന്ദ്യം, ആ കാലഘട്ടത്തിലാണ് 147 എന്നൊരു നിലയിലേക്ക് ക്രൂഡ് ഓയിലിൻ്റെ വില എത്തിയിട്ടുള്ളത്. ആ തലത്തിലേക്ക് തന്നെ ഇത് പോയാലും അത് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്കും ഇത് പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് സാമ്പത്തിക വിദഗ്ധർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അതോടൊപ്പം തന്നെ ഓഹരി വിപണിയും കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ആഗോള ഓഹരി വിപണിയാകട്ടെ, ഏഷ്യൻ വിപണിയാകട്ടെ, അതിലെല്ലാം തന്നെ വലിയ തകർച്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഈ ആഗോള തലത്തിൽ മാത്രം ബാധിക്കുന്ന വിഷയമല്ല, നമ്മുടെ അടുക്കളകളെ പോലും ബാധിക്കുന്ന വിഷയമാണ്. LPG വില ഉയർന്നു കഴിഞ്ഞു, ഇനിയും അത് കൂടും എന്നുള്ള കാര്യം തീർച്ചയായിരിക്കുന്നു. കാരണം എല്ലാ വിപണിയിലും അത് ഖത്തറിൽ നിന്ന് വരുന്ന ഗ്യാസിന് മാത്രമല്ല ഇപ്പോൾ പ്രശ്നമുള്ളത്. ആഗോള തലത്തിൽ തന്നെ ഗ്യാസ് വില ഇങ്ങനെ കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ നമ്മുടെ പാചകവാതക വില വർദ്ധിക്കുമെന്ന് മാത്രമല്ല, അത് കിട്ടാനുള്ള പ്രതിസന്ധി വലിയ അനിശ്ചിതത്വം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിലും തർക്കമില്ല. ഇപ്പോൾ ഏതായിരുന്നാലും ഖാംനായിയെ തെരഞ്ഞെടുക്കുന്ന ബന്ധപ്പെട്ടുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് നേരത്തെ തന്നെ പ്രസ്താവിച്ചിരുന്നു, ഒരിക്കലും മുജ്തബ ഖാംനായിയെ അംഗീകരിക്കില്ല എന്നുള്ളത്. തങ്ങൾക്ക് കൂടി അതിൽ പങ്കാളിത്തമുണ്ടാകണം, ഒരു വെനസ്വേലൻ മോഡൽ ഇറാനിലും അവതരിപ്പിക്കുക എന്നുള്ളതായിരുന്നു ട്രംപിൻ്റെ ഒരു പദ്ധതി. പക്ഷേ അത് ഇനി എന്താണ് ചെയ്യുക? കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പറഞ്ഞത്, ഒരു പുതിയ നേതാവിനെ തെരഞ്ഞെടുത്താൽ അദ്ദേഹത്തെയും ഞങ്ങൾ വധിക്കുമെന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ മുജ്തബ ഖാംനായിയെ ഇസ്രായേലും അമേരിക്കയും എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ലോകം ഉറ്റുനോക്കുകയാണ്. അത് വധിക്കുകയാണോ, അതല്ല വേറെ ഏതെങ്കിലും അർത്ഥത്തിൽ അവിടെ പുതിയ നേതൃത്വത്തെ കൊണ്ടുവരുന്ന തരത്തിലേക്കുള്ള പ്രതിസന്ധിയിലേക്കാണോ പോവുക എന്നുള്ളതെല്ലാം ലോകം ഉറ്റുനോക്കുകയാണ്.